അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. വഅലൈക്കുമുസ്സലാം വറഹ്മത്തുള്ളാഹി വബറകാതുഹു. വെള്ളിയാഴ്ച ദിവസം പെരുന്നാളായാൽ ജുമുഅ നിർബന്ധമില്ല എന്ന വിഷയത്തെ ആസ്പദമാക്കി കഴിഞ്ഞ ഒരു ക്ലാസ് നമ്മൾ ഇറങ്ങിയല്ലോ. അപ്പോൾ എന്തുകൊണ്ടാണ് ഹംബലി മദ്ഹബിൽ ജുമുഅ നിർബന്ധമില്ല എന്ന് പറയാൻ കാരണം? ആ വാദം പിടിച്ചാണ് നമ്മുടെ വീഡിയോ മുഴുവനാക്കി എടുക്കാതെ കുറച്ചെടുത്തിട്ട് ഒരു വ്യാജ പ്രചരണം നടക്കുന്നുണ്ട്. പിന്നെ വേറൊരു ചോദ്യം, നമുക്ക് ഇങ്ങനെ ആവശ്യമുള്ള സമയത്ത് ഇങ്ങനെ മദ്ഹബുകൾ മാറ്റാൻ പറ്റുമോ? ഒന്ന് വിശദീകരിക്കും. വെള്ളിയാഴ്ച പെരുന്നാളായി കഴിഞ്ഞാൽ പെരുന്നാൾ നിസ്കാരം കൊണ്ട് ജുമുഅ ഒഴിവാകുമോ? ഇതായിരുന്നു ചോദ്യം. ഒഴിവാകില്ല, ഇതാണ് ശാഫിഈ മദ്ഹബ് എന്ന് വ്യക്തമായിക്കൊണ്ട് നമ്മൾ പറയുകയും ചെയ്തു. പിന്നെ നമ്മൾ ഹംബലി മദ്ഹബ് എന്ന് പറയേണ്ടി വന്നു. അതെന്തുകൊണ്ടാണെന്ന് അവിടെ തന്നെ പറഞ്ഞിട്ടുണ്ട്. എന്തിനെ ഹംബലി മദ്ഹബ് പറഞ്ഞു ചില ആളുകൾ, എന്തിനെ പറയാൻ വേണ്ടി പോയി? അതിൻ്റെ സാഹചര്യം ഉണ്ട്. കാരണം എന്താ, ഇപ്പൊ പ്രവാസികളെ സംബന്ധിച്ചിടത്തോളം നമുക്ക് മുമ്പേ നോമ്പ് ഉറപ്പിച്ചിട്ടുണ്ട്. അതുകൊണ്ട് അവരുടെ പെരുന്നാളിന്റെ നിലപാടും ഇപ്പോൾ ഉറപ്പാണ്. പെരുന്നാൾ എന്തായാലും വെള്ളിയാഴ്ചയാണ് എന്നുള്ളത്. പിന്നെ മാസം കാണുമ്പോൾ അവർക്ക് വ്യത്യാസപ്പെടും. അപ്പോൾ വ്യാഴാഴ്ച അല്ലെങ്കിൽ വെള്ളിയാഴ്ച, വെള്ളിയാഴ്ച എന്തായാലും ഉറപ്പാണ്. നമുക്ക് വെള്ളിയാഴ്ച ശനിയാഴ്ച, വെള്ളിയാഴ്ച സാധ്യതയുണ്ട്, ഈ പറയുന്ന ശനിയാഴ്ച നമുക്ക് ഉറപ്പായി. ഈ രൂപത്തിലാണല്ലോ പോണത്. അപ്പൊ അങ്ങനെ ആകുമ്പോൾ അവർക്ക് എന്തായാലും പെരുന്നാൾ മാസം കണ്ടിട്ടില്ലെങ്കിൽ എന്തായാലും വെള്ളിയാഴ്ച ഉറപ്പായി. അപ്പോൾ ഇവിടെ സൗദി അറേബ്യ, UAE, ഖത്തർ ഇങ്ങനെയൊക്കെ നോക്കിയാൽ അവിടെയൊക്കെ ഏറെക്കുറെ ഹംബലി മദ്ഹബിന്റെ റൂട്ട് കൂടെ ആയിരിക്കും അവരൊക്കെ പോകുന്നത്. അങ്ങനെയാകുമ്പം വെള്ളിയാഴ്ച പെരുന്നാളായി കഴിഞ്ഞാൽ അവരുടെ പെരുന്നാൾ കൊണ്ട് തന്നെ ജുമുഅ ഒഴിവാകുന്ന കാഴ്ചയായിരിക്കും അവിടെ കാണുക. അപ്പൊ നമ്മുടെ ഒരുപാട് ശാഫിഈ മദ്ഹബ് പ്രകാരമായ പ്രവാസി സുഹൃത്തുക്കളുണ്ട്. അവർക്ക് ഇതിൽ ഇനാസ് ഉണ്ടാകും, എന്തത് ഇങ്ങനെ എന്നുള്ളത്. അപ്പൊ അത് വേണ്ട, നമ്മൾ ഷാഫിക്കാരാണ്, അതുകൊണ്ട് നമ്മൾ ജുമുഅ നിസ്കരിക്കണം, അവരെന്തോ പറഞ്ഞോട്ടെ, അത് അവരുടെ മദ്ഹബാണ്, അവിടെ ജുമുഅ ഉണ്ടാകും, അതുകൊണ്ട് നിങ്ങൾ പങ്കെടുക്കണം എന്നുള്ളതാണ് നമ്മളിതിൽ പറഞ്ഞത്. ഇത് കേട്ടപ്പോ ഒരു മൗലവി എന്ത് ചെയ്ത്, ആ ഹംബലി മദ്ഹബ് നമ്മൾ പറയുന്ന ആ ഭാഗം മാത്രം എടുത്തിട്ട് എന്നിട്ട് എന്ത് ചെയ്തു, ഇത് ഫൈസൽ മൗലവിയുടെ വാദമൊന്നുമല്ല, എന്തൊക്കെ പുകുലായിരുന്നു, എന്തൊക്കെ കുതുകുലായിരുന്നു ഇവിടെ എന്ന് പറയുന്നുണ്ട്. ആ മദ്ഹബ് പറയുന്ന പരാമർശം മാത്രം. എന്താണ് ഹംബലി മദ്ഹബിൽ ഉള്ളത്, എങ്ങനെയാണ് മദ്ഹബ് സ്വീകരിക്കേണ്ട റൂട്ട് എങ്ങനെ, ഇതൊന്നും ഇവർക്ക് ഒരു പിടുത്തമില്ലാത്തോലാണ്. അതിന് ഞാൻ ചോദിക്കട്ടെ, നിങ്ങൾക്ക് അതിന് എവിടെ ഒരു നിലപാടൂടെ? അതുണ്ട്, അതിന് മൗലവിമാർക്കൂടെ നിലപാടൂടെ? പുകിലും കുതുകുലുകൾ ഉണ്ടാക്കുന്നവരാണ് അതുകൊണ്ട് തന്നെ പറയുന്നത്. അതുകൊണ്ട് ഹംബലി മദ്ഹബ് നിങ്ങൾക്ക് ബാധിക്കൂല. നിങ്ങളിനി ഹംബലി മദ്ഹബാരാണോ? ഏതായാലും ആ ഭാഗം ഒന്ന് കേട്ടോ, ഈ പുകില് പറഞ്ഞ ആ ഭാഗം ഒന്ന് കേൾക്കണല്ലോ, അതൊന്ന് കേൾക്കാം. എന്നാൽ ഹംബലി മദ്ഹബ് പ്രകാരം ലാ തജിബുൽ ജുമുഅത്തു അലാ അഹ്ലിൽ ഖുറ വലാ അലാ അഹ്ലിൽ ബലദ്. പെരുന്നാൾ നിസ്കാരം നിസ്കരിച്ചു കഴിഞ്ഞാൽ പിന്നെ ആർക്കും എന്തില്ല, ജുമുഅ നിർബന്ധമാകുന്നില്ല. ബൽ യസ്ഖുതു അൻഹു ഫർദുൽ ജുമുഅത്തി ബിസലാത്തിൽ ഈദി. പെരുന്നാൾ നിസ്കാരം കൊണ്ട് ജുമുഅ നിസ്കാരം ഹംബലി മദ്ഹബ് പ്രകാരം ഒഴിവായി പോകും. അപ്പൊ പിന്നെ ജുമുഅ നിസ്കരിക്കണമെന്നില്ല. വയുസല്ലൂന ളുഹറ, അവർ നിസ്കരിച്ചാൽ മതി. ഇത് ഹംബലി മദ്ഹബിന്റെ വീക്ഷണമാണ്. കേട്ടല്ലോ, ആരുടെ അഭിപ്രായം എന്ന് പറഞ്ഞത്? ഫൈസൽ മൗലവിന്റെ അഭിപ്രായമാണോ? മുജാഹിദുകളുടെ അഭിപ്രായമാണോ? വഹാബികളുടെ അഭിപ്രായമാണോ? അഹ്മദ് ബിൻ ഹംബൽ റഹിമഹുള്ളയുടെ ഹംബലി മദ്ഹബിന്റെ അഭിപ്രായമാണ് എന്ത്? ഈ പറഞ്ഞ പെരുന്നാളും ജുമുഅയും ഒന്നിച്ചു വന്നാൽ ജുമുഅ നിർബന്ധമില്ല എന്നുള്ളത്. എന്തൊക്കെയായിരുന്നു ഇത്രയും ദിവസം പുകില്? മുജാഹിദുകൾ നന്മ മുടക്കികളാണ്, അവരങ്ങനെയാണ് ഇങ്ങനെയാണ്, മുടക്കി ലാസ്റ്റ് ജുമയും മുടക്കി എന്നൊക്കെയാണ് പറഞ്ഞത്. ജുമ മുടക്കല്ലേ ഇത്. അവിടെ ഏകദേശം 20 മിനിറ്റിന്റെ അടുത്തുള്ള ഒരു ക്ലാസ്സിനെ കൊണ്ടുപോയാണ്ട് കാട്ടിയതാണിത്. ആ ക്ലാസ് മുഴുവനായിട്ടും കേട്ടണോ ഇയാള്? ഉണ്ടെങ്കിൽ ഒരിക്കലും, ഇച്ചിരി തൊലിക്കട്ടുണ്ടെങ്കിൽ ഒരിക്കലും ഇത് പറയാൻ പറ്റൂല. അതിന് വ്യക്തമായിട്ട് അതൊക്കെ പറയുന്നുണ്ട്. അപ്പൊ എന്തിനാ ഈ സാഹചര്യം പറയേണ്ടി വന്നത്, എപ്പോഴാണ് ഇത് എന്നൊക്കെ ആ സാഹചര്യമൊക്കെ വ്യക്തമായിട്ട് പറയുന്നുണ്ട്. പിന്നെ മൗലവിമാർക്ക് ഒരു നിലപാടില്ലാത്തവരാണ്, ഒരു മദ്ഹബും സ്വീകരിക്കാത്തവരാണ്, അതും പറയുന്നുണ്ട്. അതൊക്കെ വെട്ടിമാറ്റി അതന്നെ കക്കുന്നവരാണ്, അതുപോലെ തന്നെ വെട്ടിമാറ്റുന്നവരാണ്, അടർത്തി മാറ്റുന്നവരാണ്, ജനങ്ങളെ ഇത് പറഞ്ഞുകൊണ്ട് വഞ്ചിക്കുന്നവരാണ്. ഇതൊക്കെ നമ്മൾ ആരോപിക്കുന്ന വെറുതെ ഒന്നുമില്ല, ഒന്നുകൂടി നിങ്ങൾ തെളിയിച്ചു കൊണ്ടിരിക്കില്ല ഇതൊക്കെ. അല്ലെങ്കിൽ ആ ക്ലാസ് മുഴുവനായിട്ടും ആ ക്ലാസ്സിന്റെ ലിങ്ക് ഉണ്ട്, വേണ്ടവരൊന്ന് കേട്ടാൽ മതി, എന്താണ് ആ ക്ലാസ്സിൽ പറയുന്നത് എന്നുള്ളത്. ഏതായാലും നിങ്ങൾ അതിനെ ഹംബലി മദ്ഹബാരാണോ? ആണോ? ആണെങ്കിൽ നിങ്ങളുടെ ഈ പറയുന്ന പെരുന്നാൾ നിസ്കാരത്തിന്റെ നിലപാടെന്താ? ഹംബലി മദ്ഹബിന്റെ നിലപാടെന്താ? നിങ്ങളുടെ നിലപാടെന്താ? പെരുന്നാൾ നിസ്കാരം എന്താണ്? സുന്നത്താണെന്നോ ഫർദ് കിഫായാണെന്നോ എന്താണ്? ഞാൻ ഹംബലി മദ്ഹബ് നോക്കുക.
ഹംബലി മദ്ഹബിൽ പെരുന്നാൾ നിസ്കാരത്തിന്റെ വിധി പറയുമ്പം അത് ഫർള് കിഫായയാണ്. ഷാഫി മദ്ഹബ് പോലെയല്ല. അപ്പൊ ചില ആളുകൾ വെക്കുന്നത് എന്താ ഇങ്ങനെ, അത് മദ്ഹബ് നിങ്ങൾ പഠിക്കാത്തതുകൊണ്ടാണ്. മദ്ഹബ് എന്തിനാണ്, എന്താണ് മദ്ഹബ് കൊണ്ട് ഉദ്ദേശിക്കുന്നത്? 4-1 മദ്ഹബിൽ ഉറച്ചു നിൽക്കണമെന്ന് പറയാനുള്ള കാരണം എന്താ, അതൊന്ന് പഠിക്കണം. അപ്പൊ നമുക്ക് വ്യക്തമായിട്ട് മനസ്സിലാകും 4-1 മദ്ഹബിലേ നിൽക്കാൻ പറ്റുമോ, അല്ലെങ്കിൽ നമ്മൾ കുടുങ്ങിപ്പോകുമെന്നുള്ളത്. സ്വയം മുജ്തഹിദീങ്ങളായിട്ട് പ്രവർത്തിക്കാൻ പറ്റൂല, അതിനുള്ള അറിവൊന്നും നമ്മുടെ അടുത്ത് ആരത്തൊന്നും ഇല്ല. അപ്പൊ ആയതുകൊണ്ട് തന്നെ ഇത് വെറുതെ ഇവരിങ്ങനെ നമ്മളെ പൊട്ടന്മാരാക്കുകയാണ്. അതിലൊക്കെ നമ്മൾ പെട്ടുപോയി കഴിഞ്ഞാൽ നമ്മൾ കുടുങ്ങിപ്പോയി. തന്നെ ഇവരെ പരിപാടികളൊക്കെ. ഏതായാലും ഞാൻ ആ വായിച്ച അതേ കിതാബ് തന്നെ ഞാൻ വായിക്കാം. കിതാബിലേക്ക് വരി മൊബൈലൊക്കെ മാറ്റി നിർത്തി ആ കിതാബ് ഞാൻ ആ തെളിവാക്കി ആ കിതാബിന്റെ മൂപ്പരൊന്ന് എടുത്തു നോക്കിയാൽ മൂപ്പർക്ക് ഇതൊക്കെ തെളിയും, കിട്ടുമെങ്കിൽ അത് തിരിഞ്ഞു നോക്കിയാൽ കിട്ടും. അപ്പൊ അതിൽ തന്നെ പറയുന്നുണ്ട് ഹംബലി മദ്ഹബിന്റെ നിലപാട് എന്താ പെരുന്നാൾ നിസ്കാരത്തിൽ എന്ന്. എന്തുകൊണ്ടാണ് ഇതുപോലെ ഒഴിവാക്കുന്നത്? അതിനൊക്കെ ഒരു കാരണം ഉണ്ടാവില്ല, റീസൺ ഉണ്ടാവില്ല. വെറുതെ ഒഴിവാക്കുകയാണോ? ഒരു ഫർദ് നിസ്കാരത്തിനെ വേറെ സുന്നത്ത് നിസ്കാരം കൊണ്ട് ഒഴിവാക്കാനും അവരുടെ മദ്ഹബിൽ പെരുന്നാൾ നിസ്കാരം സുന്നത്ത് അല്ലല്ലേന്, ഞമ്മക്കുള്ളതിലത്ത് അവർക്ക് ബാധിക്കൂല. എന്താ ഇതൊക്കെ ഒന്ന് മനസ്സിലാക്കണം. അപ്പൊ അതൊന്ന് മനസ്സിലായെങ്കിൽ ഇത് പറയില്ലല്ലോ. അപ്പൊ ഇനിയിപ്പൊ അതൊന്ന് പറയും. ഹംബലി മദ്ഹബ് ആണ് നിങ്ങള് ഫൈസൽ മൗലവി പറഞ്ഞതും മറ്റേ പറഞ്ഞതും അംബലി ഇമാമ പറഞ്ഞത്. അംബലി ഇമാം പറഞ്ഞ അംബലി ഇമാമിന്റെ ഒരു നിലപാടുണ്ട്, അതൊരു മദ്ഹബ, അതിന് വ്യക്തമായിട്ട് തെളിവുണ്ട്, നിലപാടുണ്ട്. നിങ്ങൾക്ക് എന്നോട് നിലപാടോടേന്. അപ്പൊ ഈ പറയുന്ന അതേ കിതാബ് എന്ന് വായിക്കും. ഈ കിതാബ് നിങ്ങൾക്ക് തെളിവാകും. കിതാബ് ഞങ്ങൾക്ക് തെളിവാകും. മഹാനായ ഷാറാനി റളിയല്ലാഹുവിന്റെ മീസാനുൽ കുബറ എന്ന പേരിൽ അറിയപ്പെടുന്ന മീസാനുൽ ഷാറാനിയാണിത്. ഇത് തന്നെ ഞാൻ വായിച്ചുതരാം. ഈ പറയുന്ന പെരുന്നാൾ നിസ്കാരത്തിന്റെ നിലപാട് എന്താ മദ്ഹബ്? 4 മദ്ഹബിൽ പറയുന്നുണ്ട്. ഇത് 4 മദ്ഹബ് വിശദീകരിക്കുന്ന കിതാബാണ്. ഇതിന്റെ 275-ാമത്തെ പേജിൽ ബാബു സലാത്തുൽ ഈദൈൻ നോക്കിയാൽ കാണും. അതിൽ ഈ പറയുന്ന മാലിക്കി മദ്ഹബ്, ഷാഫി മദ്ഹബിലെ പെരുന്നാളിന്റെ ഹുക്കുമു സലാത്തുൽ ഈദൈനി, 2 പെരുന്നാളിന്റെ ഹുക്കും എന്താ അതിൽ പറയുന്ന അധ്യായം അതിൽ പറഞ്ഞു ഇന്നഹ സുന്നത്തുൻ. മാലിക്കി മദ്ഹബ് പ്രകാരവും ഷാഫി മദ്ഹബ് പ്രകാരവും സുന്നത്താണ്. ഓക്കെ, ശരി. എന്നാ ഖൗലി അഹ്മദ്, ഹംബലി മദ്ഹബിന്റെ നിലപാട് എന്ത്? ഇന്ന സലാത്തൽ ഈദൈനി ഫർളുൻ അലൽ കിഫായത്തി. ഉണ്ടോ? ഫർള് കിഫായയാണ്. കുറച്ചാളെങ്കിലും ചെയ്താലേ കുറ്റത്തിന് ഒഴിവായി പോകുള്ളൂ, അല്ലെങ്കിൽ എല്ലാവരും കുറ്റക്കാരാകുന്ന നിയമത്തിലാണ് പെടുന്നത്. ഫർള് കിഫായയാണത്. അതുകൊണ്ട് നിർബന്ധമായിട്ട് അവർക്ക് നടത്തിക്കൊള്ളണം. അതുകൊണ്ടാണ് അവർ പറയുന്നത് അങ്ങനെ നിർബന്ധം അവിടെ നടന്നതുകൊണ്ട് ഇനി മറ്റേ എന്തുണ്ട്, ഇവിടെ നിർബന്ധം കഴിഞ്ഞല്ലോ, അതിനും ഷർത്തും ഫർളും ഒക്കെ ഉണ്ട്. ജുമ പോലെ ഷർത്തും ഫർളും ഒക്കെ ഉള്ള ഒരു നിസ്കാരമാണ് ഈ പെരുന്നാൾ നിസ്കാരം, നമ്മളെ പോലെ അല്ല. അപ്പൊ അങ്ങനെ ആകുമ്പോ എന്തുണ്ട്, ഇനി അവർക്ക് വേണം ഈ പറയുന്ന ജുമ നിർബന്ധമായി വരുന്നില്ല, അതുകൊണ്ട് ഒഴിവായി പോയതാ. അത് ആര് പറയുന്നുണ്ട്? ഇബ്നു ഖുദാമ റളിയല്ലാഹു പറയുന്നുണ്ട്. എവിടെ പറയുന്നുണ്ട്? അൽ മുഗ്നി എന്ന കിതാബ് പറയുന്നുണ്ട്. ഹംബലി മദ്ഹബ് വിശദീകരിക്കുന്ന കിതാബാണേ. ഇതൊന്ന് എടുത്തു നോക്കിയതൊക്കെ കിട്ടും. അതിലൊന്ന് നോക്കിയാൽ മതി. അതിന് നിങ്ങൾക്കൊരു മദ്ഹബ് ഇല്ലല്ലോ, അതിൽ നിങ്ങൾക്ക് വിശ്വാസം ഉണ്ടോ? പിന്നെ എന്തിനാ നിങ്ങൾ പൂച്ചക്ക് എന്താ പൊന്നിരിക്കണോർത്ത്? നിങ്ങൾക്ക് എന്താ പെട്ടെ മദ്ഹബ്? നിങ്ങൾക്ക് എന്താ, നിങ്ങൾ ഹംബലി മദ്ഹബ് ആണ് അതിന് ശബ്ദമാണ്. അപ്പൊ ഇബ്നു ഖുദാമ റളിയല്ലാഹു അൻഹു എന്ന് പറയട്ടെ, ഈ പറഞ്ഞാൽ മുഗ്നി 2-ാം വാള്യം ഇതിന്റെ 54-ാമത്തെ പേജിൽ ഉണ്ടോ, ഫസ്ലുൻ വഇൻ ഇത്തഫഖ ഈദുൻ ഫീ യൗമി ജുമഅത്തിൻ സഖത ഹുളൂറുൽ ജുമഅത്തി അമ്മൻ സല്ലൽ ഈദ. ഉണ്ടോ? പെരുന്നാൾ നിസ്കരിച്ചു ഒരാൾ ഏത് ദിവസം? വെള്ളിയാഴ്ച പെരുന്നാളായി കഴിഞ്ഞാൽ ഒരാൾ പെരുന്നാൾ നിസ്കരിച്ചു കഴിഞ്ഞാൽ അതുകൊണ്ട് അവനക്ക് ജുമ ഒഴിവായി പോകും. അതുകൊണ്ട് അത് പറയാൻ കാരണം മനസ്സിലായില്ലേ? അപ്പോ ഇത് മദ്ഹബിന്റെ നിലപാടാ, നിങ്ങൾക്കത് ബാധിക്കുന്നതന്നല്ല. കാരണം എന്താ? നിങ്ങളുടെ പെരുന്നാൾ നിസ്കാരത്തിന്റെ വിശ്വാസം എന്താ? ഫർദീഫായാണോ? എന്നിട്ട് നിങ്ങൾ പിന്നെ പറയുന്നതോ ഹംബലി മദ്ഹബിന്റെ ഈ നിയമം പറഞ്ഞു കൊടുക്കുക. ഇതെങ്ങനെ ശരിയാകുന്നത്? അതാണ് ഇവർക്ക് മദ്ഹബിൽ വിശ്വാസമല്ല എന്ന് പറയാൻ കാരണം. 4-1 മദ്ഹബ് നിൽക്കണം. പിന്നെ അതിന്റെ ശേഷം പിന്നെ മൂപ്പർ എന്തൊക്കെ കോട്ടിമാട്ടുന്നുണ്ട്, പല ഉസ്താദുമാരെ ക്ലിപ്പിട്ടിട്ടും പിന്നെയും കോട്ടിമാട്ടുന്നുണ്ട്. 4-1 മദ്ഹബ് ഏതും നിർബന്ധമൊന്നുമില്ല, ഏതെങ്കിലും ഒന്ന് എടുക്കണം. ശരി, നിങ്ങൾ ഒന്നിൽ ഉറച്ചിക്ക്. അതന്നെ നമ്മളും പറയുന്നത്, ഒന്നിൽ ഉറച്ചിക്ക്. നിങ്ങളും ഹംബലി മദ്ഹബാരാണോ? ഒരു കുഴപ്പമില്ല, ആ റൂട്ടിൽ നിങ്ങൾക്ക് പോവാം. അപ്പൊ പിന്നെ ഹംബലി മദ്ഹബ് പ്രകാരം ആയിരിക്കണം. അല്ലാതെ ഇത് ഷാഫി, ഇത് ഹംബലി, ഇത് മാലിക്കി, ഇത് ഹനഫി, ഇങ്ങൾക്ക് തോന്നിയതുപോലെ അങ്ങനെ എടുക്കുക. ഇങ്ങോട്ട് ഇങ്ങനെ കൂട്ടിക്കുവച്ചിട്ട് ഇങ്ങനെ ഒരു മദ്ഹബ് ഉണ്ടാക്കുക. ഇതെങ്ങനെ ശരിയാണത്? 4-1 മദ്ഹബ് ഉറച്ചു നിൽക്കണ്ടേ? അങ്ങനെ തന്നെയല്ലേ പ്രമാണം? മഹാനായ താജുദ്ദീൻ ഇബ്നു സുബ്കി റളിയല്ലാഹു അൻഹു അടുത്ത് ജമ്മുൽ ജവാമിയിൽ അങ്ങനെയല്ലേ പറയും. ഇതൊക്കെ പള്ളി ദർസിൽ ഓതി പഠിക്കുന്ന കിതാബാണേ. അതുകൊണ്ട് പള്ളി ദർസിൽ ഓതി പഠിക്കുമ്പോൾ ഇതൊക്കെ ശരിക്കും പഠിക്കും. അവിടെ ഇതൊക്കെ പഠിപ്പിച്ചു തരുന്നുണ്ട്. 4-1 മദ്ഹബിൽ ഉറച്ചിക്കണം. അല്ലാതെ അങ്ങോട്ടും ഇങ്ങോട്ടും ഇങ്ങനെ കോട്ടിമാട്ടാണ്. ഇത് കോട്ടിമാട്ടാണ് അങ്ങോട്ടും ഇങ്ങോട്ടും. ഇതിൽ വ്യക്തമായി കൊണ്ട് പറയുന്നത് ജമ്മുൽ ജവാമിയുടെ ഇതിന്റെ 481-ാമത്തെ പേജിലായിട്ട് കണ്ടോ, വഅന്നഹു യജിബുൽ ഇൽതിസാമു മദ്ഹബി മുഅയ്യനിൻ
മുഅയ്യനായ ഒരു മദ്ഹബിൽ, നിയമമായ നിർണിതമായ ഒരു മദ്ഹബിൽ ഉറച്ചിക്കൽ നിർബന്ധമാണ്. അതൊന്ന് വിശദീകരിച്ചു മഹാനായ ഇമാം മഹല്ലി റളിയല്ലാഹു അൻഹു ഷറഹുൽ ജമുൽ ജവാമിയിൽ. അത് സാധാരണക്കാർക്കും അതുപോലെ തന്നെ അല്ലാത്തവർക്കും ഒക്കെ ഇത് നിർബന്ധമായിട്ട് വരും. ഇജ്തിഹാദിന് കഴിവില്ലാത്തവർക്കൊക്കെ നിർബന്ധമായിട്ട് വരും. ഇജ്തിഹാദിന് കഴിവുള്ളവർക്ക് പിന്നെ പ്രശ്നമില്ല. നിങ്ങളതിൽ പെട്ടതാ ഈ രൂപത്തിൽ നിങ്ങൾ ഇജ്തിഹാദ് ചെയ്താലേ വല്ലാത്ത കുടുക്കന്നായിരിക്കും. ഇതിന്റെ 2-ാം വള്ളി 481 പേജിലുണ്ടോ, വൽ അസഹു അന്നഹു യജിബു അലൽ ആമിയി വഗൈരിഹി മിമ്മൻ ലം യബ്ലുഗ് റുത്ബത്തൽ ഇജ്തിഹാദ്. കണ്ടോ, ഒരു സാധാരണക്കാരനോ അതുപോലെ തന്നെ ഇനി പണ്ഡിതൻ തന്നെയാണ്, പക്ഷെങ്കിൽ ഇജ്തിഹാദിനുള്ള കഴിവില്ല, സ്വയം ഗവേഷണത്തിനുള്ള കഴിവുള്ള, സ്വയം ഗവേഷണമൊക്കെ ചെയ്യണമെങ്കിൽ എത്രങ്ങാനും ലക്ഷക്കണക്കിന് ഹദീസ് വേണം. ഇപ്പൊ ഈ പറയുന്ന ഇമാം ബുഖാരി റളിയല്ലാഹുവിന് തന്നെ സ്വയം ഗവേഷകൻ ആയിരുന്നോ? അവർ തന്നെ ഷാഫി മദ്ഹബ് സ്വീകരിച്ചിക്കല്ലേ? ആണോ? എല്ലാ വിഷയത്തിലൊക്കെ തർക്കങ്ങളൊക്കെ ഉണ്ട്, എന്തോ ആവട്ടെ. അത്രയും പ്രഗത്ഭരായ പണ്ഡിതന്മാർ വരെ ഷാഫി മദ്ഹബിലാണ് നിന്നിരുന്നത്. നിങ്ങളോ? അപ്പൊ സ്വയം ഗവേഷണത്തിന് കഴിവില്ലാത്തവരോ അതുപോലെ തന്നെ പണ്ഡിതന്മാരെന്നെ ആയിരിക്കും. അങ്ങനത്തെ ഓരോ സാധാരണക്കാരെന്തായാലും അവർക്ക് ഒന്നിനും കഴിയൂലല്ലോ. അങ്ങനത്തെവരൊക്കെ ഈ പറയുന്നവർക്ക് നിർബന്ധമാണ്, സ്വഹീഹായ അഭിപ്രായ പ്രകാരം നിർബന്ധമാണ് ഇൽത്തിസാമു മദ്ഹബി മുഅയ്യനിൻ മിൻ മദാഹിബിൽ മുജ്തഹിദീൻ. മുജ്തഹിദീങ്ങളായ പണ്ഡിതന്മാരുടെ മദ്ഹബ് ഉണ്ടല്ലോ, ആ 4 മദ്ഹബിൽ ഒന്നിൽ ഉറച്ചു നിൽക്കണം. അത് നിർബന്ധാണ് എന്ന് വ്യക്തമായിക്കൊണ്ടാണ് ഈ പറയുന്ന ഷറഹ് മഹല്ലിയിലൊക്കെ പറയുന്നത്. ഇതന്നെയാണ് ശാഫിഈ മദ്ഹബിൽ ഗഡ്സുള്ള പണ്ഡിതരും അതുപോലെ തന്നെ ഒരു മദ്ഹബിനെ പിടിച്ചു നിർത്തിയ മഹാനായ ഖാത്തിമുൽ മുഹഖ്ഖീൻ ഇബ്നു ഹജർ ഹൈതമി തങ്ങൾ അവിടുത്തെ തുഹ്ഫത്തുൽ മുഹ്താജിലും പറഞ്ഞത്. അതിന് ഇങ്ങനത്തിലൊക്കെ ഒരു വിശ്വാസം ഉണ്ടായിന് ആദിക്ക്. ഇതിന്റെ അടിയിൽ ഇനിയിപ്പോൾ ഓരോരുത്തർ കമന്റ് എഴുതും, എന്ത് പാളക്കിതാബ്. അത് പിന്നെ അങ്ങനെയുള്ള ദേഷ്യം പിടിച്ചു കഴിഞ്ഞാൽ പിന്നെ ചീത്തറിഞ്ഞു പോലാണല്ലോ. അതല്ലല്ലോ, ഇതിന് പ്രാമാണികമായിട്ട് നേരിടണ്ടേ. ഒരു വിഷയം വരുമ്പോൾ നമ്മൾ ഏകദേശം 20 മിനിറ്റോളം പറഞ്ഞതിന് നേരിട്ട് എങ്ങനെയാണ് കോട്ടി മാറ്റിയേക്ക് അങ്ങോട്ടും ഇങ്ങോട്ടും കട്ടെടുക്കുക, കട്ടിങ്ങോട്ട് അവിടെ 1-2 ഉസ്താദുമാരെ ഇപ്പൊ അങ്ങോട്ടും ഇങ്ങോട്ടും വെച്ചും കൂടെ വെച്ചിട്ട് ആട് പടച്ചു വിട്ട്. ഈ കിതാബ് ഇവർ കണ്ടുകണോ, ഇത് എടുത്തു നോക്കിക്കണോ, അതിലെന്താ പറയണമെന്ന് നോക്കണം. ഇത് നിങ്ങളെടുത്ത് ഉണ്ടൊരു കിതാബൊക്കെ. ഒരു വാദത്തിനിറങ്ങുമ്പോ ഏതൊരു എതിർകക്ഷിന്റെ കിതാബും നോക്കണ്ടേ, അവരെന്തായാലും പറയുന്നത്, അവരെങ്ങനെ പറയുന്നുണ്ടോ അതെങ്കിലും നോക്കണ്ടേ. ഇതൊന്നും ഇല്ലാതെ വെറുതെ വന്നിട്ട് ഇങ്ങനെ, അതാ ഞാൻ പറയാം മൈക്കട്ടി ഇവർ വിളിച്ചു, അതൊക്കെ ഞാൻ ക്ലാസ്സിൽ പറയണത്, മൈക്കട്ടി വിളിച്ചവർ ഒക്കെ തെളിയാണ്, ഇപ്പൊ ഒന്നുകൂടി തെളിയിക്കുകയാണ്. അപ്പൊ ആയതുകൊണ്ട് തന്നെ ഇബ്നു ഹജർ ഹൈതമി തങ്ങൾ തുഹ്ഫയിലും പറയുന്നത് അങ്ങനെ തന്നെയാണ്. അതായത് ഈ സാധാരണക്കാർക്ക് ഒരു വാദമുണ്ട്, ഇങ്ങനെ മദ്ഹബില്ലാതെ തോന്നിയ പോലെ നിൽക്കുക എന്നുള്ളത്, അത് ശരിയല്ല, ആ വാദം ശരിയാകൂല എന്ന് അക്കമിട്ടുകൊണ്ട് മഹാനവറോ തുഹ്ഫയുടെ 3-ാം വാള്യത്തിന്റെ 523-ാമത്തെ പേജിൽ പറയുന്നു, വസഅമു അന്നൽ ആമിയ്യ ലാ മദ്ഹബ ലഹു. കണ്ടോ, ഒരു സാധാരണക്കാരനായ ആള് പറയണ എന്താ, മദ്ഹബൊന്നും വേണ്ട എന്നുള്ളത്. അതിലിപ്പോ നിങ്ങളും പറയണത് അങ്ങനത്തെ വാദം മംനൂഉൻ, അത് തടയപ്പെടണം, അത് ശരിയായ വാദമല്ല. ബൽ യൽസമുഹു തഖ്ലീദു മദ്ഹബിൻ മുഅ്തബറിൻ. കണ്ടോ, പരിഗണനീയമായ ഏതെങ്കിലും മദ്ഹബിൽ നിന്നോളണം, അതിൽ ഒന്ന് സംസാരിക്കുക. അല്ലാതെ ഇതിങ്ങനെ അതിങ്ങോട്ടും ഇങ്ങോട്ട് കോട്ടിമാറ്റി ഇങ്ങനെ കൊണ്ടു കിടക്കുക. ഇനിയൊരു മദ്ഹബ് നമുക്ക് വാറണോ? അതാണ് ഈ പറയുന്നത്. അതിന് ശേഷം വേറെ ഉസ്താദുമാരെ ഇപ്പൊക്കെ ഇട്ട് കട്ടിമാറ്റി അങ്ങോട്ടൊക്കെ ആക്കി. 4-ൽ ഇപ്പൊ ഒരാളൊരു ഷാഫിക്കാരനായി കഴിഞ്ഞാൽ കാലാകാലം ഷാഫി നിൽക്കണം പറയുന്നില്ല. മദ്ഹബ് മാറാം, പക്ഷെ മാറണമെങ്കിൽ നിയമമുണ്ട്, അതിനൊക്കെ നിയമമുണ്ട്. വെറുതെ അങ്ങോട്ടും ഇങ്ങോട്ടും ഇങ്ങനെ തോന്നിയ പോലെ മാറാൻ പറ്റൂല. ഒരു മദ്ഹബിന്റെ വീക്ഷണം വിട്ട് മറ്റേ മദ്ഹബിലേക്ക് പോകുകയാണെങ്കിൽ അതിന്റെ ഷർത്തും ഫർളും മറ്റുള്ള നിബന്ധനകളൊക്കെ എടുക്കണം. അല്ലാതെ ഒരു കാര്യം മാത്രം, പെരുന്നാൾ നിസ്കാരം എങ്ങനെ വെള്ളിയാഴ്ച ദിവസം പെരുന്നാളായി കഴിഞ്ഞാൽ പെരുന്നാൾ നിസ്കാരം ജുമേന ഒഴിവാകും അത് പറഞ്ഞ് മാത്രം നിന്നാൽ പോരാ, അതിന്റെ അപ്പുറപ്പുറമൊക്കെ നോക്കണം. അപ്പൊ പിന്നെ എന്താണ് പെരുന്നാളിന്റെ നിലപാട് എന്ത് നോക്കണം, അതെന്താ പറഞ്ഞു കൊടുക്കണം. ഇതൊക്കെ നിങ്ങൾക്ക് അറിയോ പറഞ്ഞു കൊടുക്കാൻ? അല്ല, എന്നാ അതും കൂടി പറയാം അവിടെ എങ്ങനെ ഉണ്ടിട്ടോ എന്നുള്ളത്. കട്ടുമാറ്റി കോട്ടി മാറ്റില്ല, അത് ശരി. ഇതാ വ്യക്തമായിക്കൊണ്ട് ഇബ്നു ഹജർ ഹൈതമി തങ്ങളുടെ ഫതാവൽ കുബ്രയിൽ തന്നെ പറയുന്നു എങ്ങനെയാണ് മദ്ഹബ് മാറുമെന്ന വീക്ഷണം എന്നുള്ളത്. അതും പറയുന്നുണ്ട് ചോദ്യ മറുപടിയിൽ ഇതിന്റെ 3-ാം വാള്യം. ഇതൊക്കെ കിതാബാണ്, നിങ്ങൾ പാള കിതാബ് അറ കിതാബ്, ഞങ്ങൾക്ക് ഇത് ഒഴിവാക്കാൻ പറ്റൂലല്ലോ. എന്തെങ്കിലും ഇതൊക്കെ ഇനി ഓരോരുത്തരും എഴുതി അതിന്റെ അടിയിൽ അതാണ് ഇതാണെന്നൊക്കെ പറഞ്ഞാണ്ട് അവർ ഈ കിതാബ് പോലും കണ്ടിട്ടില്ല, ഈ ഇമാമിനെ പോലും അറിയില്ല. ആരാണ് ഈ ഇമാമ്, ഈ ഇമാമിന്റെ ഗഡ്സ് എന്താ, ഈ ഒരു മദ്ഹബിൽ എത്ര സ്ഥാനം ഉണ്ട് അവർക്ക്, ഇതൊന്നും അറിയില്ല. വെറുതെ ഇങ്ങനെ വിളിച്ച് പറയാ, അവരുടെ ആക്കിബത്ത് അവരെന്നെ കൊണ്ടുപോകുക എന്നുള്ള പന്തതിന് പറയാ. വെറുതെ അത് കേട്ടാണ്ട് നമ്മളെ ഈമാന് എന്താണ്ട കല്ലത്താക്കണ്ട. 3-ാം വാള്യത്തിന് 482-ാമത്തെ പേജിലുണ്ടോ, ഇത് യൽസഉമൻ ഖല്ലദ ഇമാമൻ ഫീ മസ്അലത്തിൻ അൻ യഅരിഫ ജമീഅ മാ യതഅല്ലഖു ബിതിൽകൽ മസ്അലത്തി ഫീ മദ്ഹബി ദാലിക്കൽ ഇമാമി. ഉണ്ടോ കണ്ടങ്ങള്, വലാ യജൂസു ലഹു തൽഫീഖ്. ഒരു മദ്ഹബ് നമ്മൾ നിൽക്കുമ്പം അത് വേറൊരു മദ്ഹബിലേക്ക് പോകുകയാണ്, ഒരു വിഷയത്തിന് വേണ്ടി പോവാണെങ്കിൽ തന്നെ അതിന്റെ ബാക്കി അനുബന്ധങ്ങളും മറിച്ചോ ഒക്കെ നമ്മൾക്ക് എന്ത് ചെയ്യണം, പിടുത്തം കിട്ടണം. അല്ലാതെ അവർക്ക് വുളു ഹനഫി,
അതുപോലെ തന്നെ നിസ്കാരം ഷാഫി, അങ്ങനെ ചില ആളുകളുണ്ട്. മത്താഫിലൊക്കെ കയറി കഴിഞ്ഞാൽ വുളു ഇതേമാർക്ക് അനഫി എടുക്കുക, ഇങ്ങോട്ട് തവാഫ് ഇതേമാർക്ക് ഷാഫി ആക്കുക, ഇങ്ങനെ അങ്ങനെ കാട്ടിമാട്ടി കൂട്ടിമാട്ടി. ഇതെങ്ങനെ ശരിയാണിത്? ഒരു നിസ്കാരം നിസ്കരിക്കുമ്പോൾ ഈ പറയുന്ന വുളു ഒരു മദ്ഹബും അതുപോലെ തന്നെ നിസ്കാരം വേറൊരു മദ്ഹബും ഇങ്ങനെ പോലെ ആ ഒരു നിസ്കാരം നിൽക്കുമ്പോൾ അതിനനുസരിച്ച് വേണ്ടായിരിക്കണ്ടേ ഈ പറയുന്ന ഒരു വുളുവും ഈ രൂപത്തിൽ പോവണ്ടേ? ഇതൊക്കെ വ്യക്തമായി കൊണ്ട് പറയുന്നു. അപ്പൊ ആയതുകൊണ്ട് തന്നെ എളുപ്പം തേടിയിട്ട് ഇങ്ങനെ ഇപ്പൊ മൗലവിമാര് ചെയ്യണ എന്താ, ഓർക്ക് പട്ടണമൊക്കെ ഇങ്ങനെ എടുക്കുക, പൊറുക്കിയെടുക്കുക, കൂട്ടിമാട്ടുക. ഇപ്പൊ ഇതിൽ അമ്പലിയായി, ആ അമ്പലിന്റെ എല്ലാം എടുത്തിയില്ല, ഇനി കുറച്ച് മാലിക്കാകും. കുറച്ചു നേരം കഴിഞ്ഞ് മാസന്മാർ ഇങ്ങനെ അങ്ങോട്ടും ഇങ്ങോട്ടും മാറുന്ന പോലെ ഇങ്ങനെ മാറുക. ഒരു നിലപാടില്ല. അതാ ഞാൻ പറഞ്ഞു, ഇങ്ങോട്ടൊരു നിലപാട്. ഇങ്ങനെ എളുപ്പത്തിന് വേണ്ടി, സുഹൂലത്തിന് വേണ്ടി, എളുപ്പത്തിന് വേണ്ടി മദ്ഹബ് മാറുന്നവർ ഒരിക്കലും അത് ചെയ്യാൻ പാടില്ല. അത് ഈ പറയുന്ന കാപട്യത്തിന്റെ അടയാളാണ്. അത് വലിയ അപകടങ്ങൾ ചെലുത്തുമെന്ന് നമ്മുടെ കേരളക്കരയിൽ നമുക്ക് ദീന് പഠിപ്പിച്ചു തന്ന, ഇസ്ലാം എന്തെന്ന് പഠിപ്പിച്ചു തന്ന, നമുക്ക് ഒഴിച്ചുകൂടാൻ പറ്റാത്ത മഹാനാണ് മഹാന സൈനുദ്ദീൻ മഖ്ദൂം റളിയല്ലാഹു അൻഹു, അവിടുത്തെ ഫതുഹുൽ മുഈനും. അതുകൊണ്ട് ഇന്നും പള്ളി ദർസിൽ അന്നും ഇന്നും കാലങ്ങളായിട്ട് അത് ഓതി പഠിക്കുന്നുണ്ട്. ഇപ്പോഴും അങ്ങനെ തന്നെ, ഒരു സിലബസ് ഒന്നും ഒഴിവാക്കൂല. അത്രയും ഗഡ്സുള്ള ഒരു കിതാബിനാണ് ഫതുഹുൽ മുഈൻ. അത്രയും പവറും ഉണ്ട്. മഹാനായ ഇബ്നു ഹജർ ഹൈതമി തങ്ങളുടെ അരുമ ശിഷ്യരുമാണ്. അതുകൊണ്ട് തന്നെ മഹാനവർ വ്യക്തമായിട്ട് പറയുന്നുണ്ട്, എളുപ്പത്തിന് വേണ്ടി മദ്ഹബ് മാറിപ്പോണ പരിപാടി ഒരിക്കലും ചെയ്യരുത്, അത് എടുക്കരുത്, അത് ഒരിക്കലും ശരിയാകൂല എന്ന് വ്യക്തമായി കൊണ്ടതിൽ പറയുന്നുണ്ട്. ഫതുഹുൽ മുഈനിന്റെ 577 പേജിലുണ്ടോ, ഇദാ തമസ്സക്കൽ ആമിയ്യു ബിമദ്ഹബിൻ ലസിമഹു മുവാഫഖതുഹു. ഒരു സാധാരണക്കാരനായ ഒരു മനുഷ്യൻ ഒരു മദ്ഹബിൽ നിൽക്കുമ്പോൾ അതിനെ ഫോളോ ചെയ്യണം. സാധാരണക്കാരൻ എന്ന് പറയുന്നിടത്ത് സയ്യിദ് ബക്കർ യാനത്തിൽ ഒന്നും കൂടി വിശദീകരിച്ചു. ഇജ്തിഹാദിന് കഴിവില്ലാത്ത പണ്ഡിതൻ എന്നുള്ളത് ഇതിൽ കയറി വരണം എന്നുള്ളത്. സയ്യിദ് ബക്കറിയുടെ യാനത്വാലിബിന്റെ 4-ാം വാള്യം ഇതിന്റെ 357 പേജിലുണ്ടോ, മിസ്ലുഹു വഗൈറുഹു മിനൽ ഉലമാഇ അല്ലദീന ലം യബ്ലഗു റുത്ബത്തൽ ഇജ്തിഹാദ് ഉണ്ടോ. ഇജ്തിഹാദിന് കഴിവില്ലാത്ത പണ്ഡിതന്മാരും ഇങ്ങനെ തന്നെയാണ്, അവരും ഈ നിലപാടിൽ തന്നെയുള്ളത്. അപ്പൊ നേരത്തെ നമ്മളാ പറഞ്ഞു തന്നതൊക്കെ. അപ്പൊ അങ്ങനെയുള്ള ആളുകളൊക്കെ ഒരു മദ്ഹബ് നിൽക്കുമ്പോൾ ആ മദ്ഹബിൽ ഉറച്ചു നിൽക്കണം. ഇല്ല, അങ്ങനെ മദ്ഹബിൽ ഇല്ലേ, എന്നാൽ ലസിമുഹു തമദ്ഹബു ബിമദ്ഹബിൻ മുഅയ്യനിൻ മിനൽ അർബഅത്തി ലാ ഗൈരിഹാ ഉണ്ടോ. അങ്ങനെ മദ്ഹബ് ഇല്ലേ, ഇല്ലെങ്കിൽ ഒരു മദ്ഹബിൽ ഉറച്ചു നിന്നോളണം. 4 ഒരു മദ്ഹബിൽ നിൽക്കണം. അതന്നെ നേരത്തെ പറഞ്ഞ ഉസ്താദന്മാരൊക്കെ പറഞ്ഞ, എല്ലാവരും പറഞ്ഞ തന്നെയാണ്. അത് ഇന്ന മദ്ഹബ് എന്ന് ഉറപ്പൊന്നുമില്ല. പക്ഷെ ആ മദ്ഹബ് നിൽക്കുമ്പോൾ ആ മദ്ഹബിനെ പറ്റി പഠിക്കണം. അല്ല നിങ്ങളെ ബാക്കി കൂട്ടി മാറ്റാൻ പറ്റൂല. അതുകൊണ്ട് ഷാഫിക്കാരാണെങ്കിൽ ഷാഫി മദ്ഹബ് അനുസരിച്ചുകൊണ്ട് പോകണം, ഹനഫിക്കാരൻ അങ്ങനെ പോവാം. അപ്പൊ അത്രേ പറയുന്നുള്ളൂ. 4 നിൽക്കണം. ഇല്ലേ, നിൽക്കാനാ പറയണത്. എന്നിട്ട് പറഞ്ഞു ബി അയ്യഖുദ മിൻ കുല്ലി മദ്ഹബിൻ ബിൽ അസ്ഹലി മിൻഹു ഉണ്ടോ. എളുപ്പം തേടി പോവുക, അതിന് എളുപ്പെടുക്കുക, ഇതിന് എളുപ്പെടുക്കുക, അങ്ങനെ 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 തേടി. അതന്നെ നിങ്ങൾ ജുമ ഒഴിവാക്കുക എന്ന് പറഞ്ഞ് നിങ്ങൾക്ക് എളുപ്പത്തിന് ജുമ ഒഴിവാക്കുക, അതല്ല ഇപ്പൊ കാട്ടിക്കൂട്ടുന്നത്. നിങ്ങളുടെ ആ മദ്ഹബിന്റെ നിയമം ഞങ്ങൾ പാലിക്കുന്നുണ്ടോ? എന്നാ പിന്നെ തിരക്കടല്ലോ, പെരുന്നാൾ നിസ്കാരം ഫർദ് കിഫായ എന്ന് പറഞ്ഞാളി. നിങ്ങളുടെ ആ രൂപത്തിന് മദ്ഹബാണ് സ്വീകരിച്ചത്, പിന്നെ പ്രശ്നം തീർന്നല്ലോ. ഇതങ്ങനെയല്ല. പെരുന്നാൾ നിസ്കാരം സുന്നത്ത് എന്ന് പറയും ചെയ്യുക, ഇങ്ങോട്ട് ഇതേമാർക്ക് എന്താവുക, ജുമ കൊണ്ട് ഒഴിവാവും ചെയ്യും. ഇതെന്ത് മദ്ഹബ്? 4-ാമത്തൊരു മദ്ഹബിൽ, 4-ാലിലൊരു മദ്ഹബിൽ നിൽക്കണം, 5-ാമത്തെ ഒരു മദ്ഹബ് ഇല്ല. അങ്ങനെ എളുപ്പം തേടിയിട്ട് അങ്ങോട്ടും ഇങ്ങോട്ടും പോകുന്നുണ്ടോ, ഔജഹായ പ്രായപ്രകാരം, പ്രബലമായ പ്രായപ്രകാരമാണോ ഫാസിക്കായി പോകുന്നു, ഫിസ്കാണോ ചെയ്യുന്നത്? ഞാൻ പറഞ്ഞല്ല, നിങ്ങൾ നേരത്തെ പറഞ്ഞല്ലോ, ഫൗസൽ മൗലവി പറഞ്ഞല്ല, ഞാനും പറഞ്ഞല്ല. ഇതാര് പറഞ്ഞ? വലിയ വലിയ ഇമാമിങ്ങൾ പറഞ്ഞ. കേരളക്കരയിൽ സൈനുദ്ദീൻ മഖ്ദൂമിനെ ഒഴിവാക്കിയിട്ടും ഫതുൽ മുഈനെ ഒഴിവാക്കിയിട്ടും ഞമ്മക്കൊരു കളിയുണ്ടോ? ഞമ്മക്ക് അങ്ങനെ ഒരു തീരുമാനമുണ്ടോ? ഞമ്മക്ക് അങ്ങനെ ഒരു നിലപാടുണ്ടോ? ഇവരില്ലാതെ ഇവരെന്തെങ്കിലും ആളെ കിതാബ് എന്ന് പറയാൻ ഞമ്മക്ക് അങ്ങനെ പറയാൻ പറ്റുമോ? ഓരെന്തെങ്കിലും പറഞ്ഞോട്ടെ എന്നല്ലാതെ. അപ്പൊ ആയതുകൊണ്ട് ഇങ്ങക്കൂടെ നിലപാട്, ഇങ്ങക്കൂടെ തീരുമാനം. അപ്പൊ അതുകൊണ്ട് ഹംബലി മദ്ഹബിലുണ്ട് എന്ന് പറഞ്ഞാൽ ചാടണ്ട. അത് നിങ്ങൾക്ക് ബാധിക്കണമെന്നല്ല. അത് ഞങ്ങൾ പറഞ്ഞതിന് എന്തിനാണ്? ഞങ്ങളെ പ്രവാസി സുഹൃത്തുക്കൾ ഇഷ്ടം പോലെ ഈ പറയുന്ന അവിടെ ഉണ്ട്. അവരെ സംബന്ധിച്ചിടത്തോളം അവിടെ ഇങ്ങനെ നിയമം വരുമ്പം അവരിഞ്ഞ് അതിലെന്താവണ്ട, കുടുങ്ങിപ്പോവണ്ട. ഇങ്ങോട്ട് അവർ പറഞ്ഞേ കേട്ടാണ്ട് തെറ്റിദ്ധരിച്ചാണ്ട് ചിലപ്പോൾ അങ്ങനെ ഒഴിവാകുകയും, കാരണം ഇവരല്ലാത്തതല്ലേ. അങ്ങനെ ജുമ അങ്ങനെ ഒഴിവായി കഴിഞ്ഞാൽ അത് തീരാ നഷ്ടമായിരിക്കും. അതുകൊണ്ട് സുന്നത്ത് കൊണ്ട് നിങ്ങളുടെ ജുമ ഒഴിവായി പോകുന്നില്ല. അതുകൊണ്ട് നിങ്ങളും ജുമ നിസ്കരിക്കും വേണം. പെരുന്നാൾ നിസ്കരിച്ചില്ലെങ്കിൽ പിന്നെ അങ്ങനത്തെ പ്രശ്നമല്ല. എന്ന് പറഞ്ഞാൽ സുന്നത്തുള്ളൂ, അത് നിസ്കരിക്കണം, ഇത് നിസ്കരിക്കണം, രണ്ടും നിസ്കരിക്കാണ് വേണ്ടത്. ഓക്കെ, ഇനി അഥവാ ഇഞ്ഞത് ജുമ ഒഴിവായി കഴിഞ്ഞാൽ വലിയ ഡേഞ്ചറാ. അപ്പൊ അങ്ങനെ കുറ്റത്തിലേക്ക് നിങ്ങൾ പോവല്ലേ എന്ന് നമ്മൾ അവർക്ക് പറഞ്ഞു കൊടുത്താ. അല്ല നിങ്ങൾക്ക് എന്താ, പൂച്ചക്ക് എന്താ പൊന്നൊരുക്കി കൊടുത്ത്, നിങ്ങൾക്ക് എന്താ പെടെ? നിങ്ങളെ നിലപാടെന്താ? നിങ്ങൾക്കൊരു നിലപാടുണ്ടോ?
ഒരു മദ്ഹബുണ്ടോ? ഇതൊന്നും ഇല്ലാതെ പിന്നെ എന്തിനാണ് കൂട്ടരെ നിങ്ങൾ വെറുതെ ഇവിടെ വന്നാണ്ട് സംസാരിക്കേണ്ട ആവശ്യം? അതുകൊണ്ട് നിങ്ങളെ നിലപാടൊന്ന് പറയും മദ്ഹബിന്റെ വിഷയത്തിൽ. ഏത് നിലപാടാണ് നിങ്ങളത്? നിങ്ങളൊക്കെ മുജ്തഹിദീങ്ങളാ. അതുകൊണ്ട് ഞങ്ങളൊന്നും ആരും അങ്ങനെയല്ല. അപ്പൊ ആയതുകൊണ്ട് തന്നെ ഇതൊക്കെ വ്യക്തമായിക്കൊണ്ട് ഇമാമിങ്ങൾ പറഞ്ഞതാ. ഇനി മറുപടി പറയുമ്പോൾ ഇതിനനുസരിച്ച് കൊണ്ട് പറയണം. അല്ലാതെ ഒരു മൊബൈലും കൊണ്ട് വന്നാണ്ട് ഇങ്ങനെ പിടിച്ചാണ്ട് കോട്ടി മാറ്റല്ല വേണ്ടത്. ഈ കിതാബിൽ ആ വായിച്ച ഇബാറത്തില്ല, അത് കട്ടുമാറ്റിയിട്ടുണ്ട്, അല്ലെങ്കിൽ ആ ഇബാറത്ത് അങ്ങോട്ടും ഇങ്ങോട്ട് മാറ്റിയിട്ടുണ്ട് എന്ന് പറയും. അങ്ങനെ ഒരു രസമുണ്ട്. അല്ലാതെ വെറുതെ ഈ വായപ്പാട്ട് ഇങ്ങനെ പാടുകൊണ്ട് ഞമ്മക്ക് എന്തെങ്കിലും വയ്ക്കും പിടിച്ചിങ്ങനെ പറഞ്ഞാൽ അതിനിങ്ങനെ ഒരടേരാൻ മരിക്കുക. ആരിൽ അനിൽ ജാഹിലീൻ അതേ പറയാനുള്ളൂ, വേറെ ഒന്നും പറയാനില്ല.